ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ക്രോക്കറ്റ് വെച്ച് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മളെ ക്രോക്കറ്റും അതിന് വേണ്ട സാധനങ്ങൾ ക്രോക്കറ്റും സിസേഴ്സും പിന്നെ ഒരു നീഡിലും കൂടെ മാത്രം മതി. ഇത്രയും 3 സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസ്റ്റർ എഗ്ഗിൻ്റെ ബാഗാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നോട്ടാണ്. ഞാൻ അതിൻ്റെ ചെറിയ ഫോട്ടോ മേലിൽ ഇട്ടിട്ടുണ്ട്, അത് മനസ്സിലാകാത്തവർക്ക് വേണ്ടി. എന്നിട്ട് 3 ചെയിൻ സ്റ്റിച്ച് എടുക്കണം. 3ാമത്തെ ചെയിൻ സ്റ്റിച്ചിൻ്റെ അകത്തൂടെ എടുക്കുമ്പം ഫസ്റ്റ് ഇട്ട ചെയിൻ സ്റ്റിച്ചിനകത്തും എടുത്ത് നമ്മൾ ഒരു റൗണ്ട് ഷേപ്പ് ആക്കണം. ഞാൻ ഇതിന് മുമ്പേ ഇട്ട വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് ചെയിൻ സ്റ്റിച്ച് എന്തുവാ, നാട്ടിടുന്നത് എങ്ങനെയാണ്, സിംഗിൾ ക്രോഷ്യ എന്തുവാ, ഡബിൾ ക്രോഷ്യ എന്തുവാ എന്നുള്ളതൊക്കെ ഞാൻ ഇതിന് മുമ്പേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. കണ്ടിട്ടില്ലാത്തവരതെടുത്ത് കാണണം. നമ്മളതുകൊണ്ട് 3 സ്റ്റിച്ച് എടുത്തു കഴിഞ്ഞ് അത് ഒരു റൗണ്ടാക്കി ഒരു സിംഗിൾ ക്രോഷ്യയും കൂടെ നമ്മൾ ഇടണം. അത് കഴിയുമ്പം 2 ചെയിൻ സ്റ്റിച്ചാണ്. സാധാരണ നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ ഇട്ടതുപോലെ 2 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ഇനി ഡബിൾ ക്രോഷ്യയാണ് പിന്നേണ്ടത്. ഈ റൗണ്ട് മൊത്തം കംപ്ലീറ്റ് ആകുന്നത് പോലെ നമ്മൾ ഡബിൾ ക്രോഷ്യ പിന്നണം. ഇതിൻ്റെ നോട്ട് ഇടുന്നതും സിംഗിൾ ക്രോഷ്യയും ഡബിൾ ക്രോഷ്യയും ഞാൻ ഷോർട്ട്സ് ഇടാൻ പറ്റുമോ എന്ന് ശ്രമിക്കാം. ഇടാൻ പറ്റുമെങ്കിൽ അത് ക്ലിയർ ആയിട്ട് എടുക്കാൻ നോക്കാം. ഇപ്പം ഇത് മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഏകദേശം തീരാറായി. അപ്പം നമ്മൾ ആ ഗ്യാപ്പ് ഫിൽ ചെയ്യുന്നവരെ അത് നമ്മൾ 3 എണ്ണം വെച്ചെടുത്താൽ ഓരോരുത്തർ പിന്നുന്ന രീതി അനുസരിച്ചാണ്. ഞാൻ ഇച്ചിരി ടൈറ്റായിട്ട് പിന്നുന്നതുകൊണ്ട് എനിക്ക് 10 എണ്ണം വരെ പിന്നാം. അപ്പം റൗണ്ട് നമുക്ക് വലുതായിട്ട് കിട്ടും. 10 സ്റ്റിച്ചാണ് ഞാൻ പറയുന്നത്. 10 സ്റ്റിച്ച് ഡബിൾ ക്രോഷ്യ 10 എണ്ണം നമുക്ക് ഒരു റൗണ്ടിൽ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് അതേ സെയിം രീതിയിൽ തന്നെ ഡബിൾ ക്രോഷ്യ ഓരോരോ ഹോളിലും 2 പ്രാവശ്യം നമ്മൾ ചെയ്യണം. അപ്പം 10 20 ആകും. അപ്പോൾ 20 ഡബിൾ ക്രോഷ്യ സെക്കൻഡ് റൗണ്ടിൽ വരണം. അതുപോലെ നമ്മൾ ഡബിൾ ക്രോഷ്യ മൊത്തം കംപ്ലീറ്റ് ചെയ്തു. അടുത്ത 3rd റോയും അതുപോലെ തന്നെ ചെയ്തു. 3 റോ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് ചുറ്റിന് അതിൻ്റെ ചെറിയ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ചുറ്റിലും വരുന്നിടത്ത് നമ്മൾ സിംഗിൾ ക്രോഷ്യയാണ് പിന്നുന്നത്. വെറും ചെയിൻ സ്റ്റിച്ച് നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ എല്ലാത്തിലും പിന്നണം, ഒരു റൗണ്ട് മൊത്തം കംപ്ലീറ്റ് ആകാൻ. അപ്പോൾ അത് ബാസ്ക്കറ്റ് പോലെ മടങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു റൗണ്ട് സിംഗിൾ ക്രോഷ്യ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പം ഇത് മേളിലോട്ട് കയറി വരും. എന്ന് വെച്ചാൽ ബാസ്ക്കറ്റ് പോലെ വരാൻ വേണ്ടിയിട്ടാണ്. ക്രോഷ്യ പിന്നുന്നത് ഒത്തിരി സിമ്പിളാണ്, പക്ഷെ അത് കൃത്യം നമ്മൾ നോക്കി ശ്രദ്ധിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. നല്ല കോൺസെൻട്രേഷൻ വേണം, ക്ഷമ വേണം, എന്നാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്രോഷ്യ പിന്നിട്ടില്ലാത്തവർ ആദ്യം ചെയ്യേണ്ടത് ചെയിൻ സ്റ്റിച്ച് ഇട്ട് പഠിക്കുക. അത് ചെയിൻ സ്റ്റിച്ച് കുറേ ചെയ്യണം, പിന്നെ അത് അയച്ചെടുക്കണം, പിന്നെയും കുറേ ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ ഇത് വീഡിയോ ഇടുന്നുണ്ടെങ്കിലും വ്യാഴാഴ്ച വൈകിട്ടിരുന്ന് ഇത് പിന്നെ ഞാൻ വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് അടുത്ത ദിവസം ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞ് ഈ വെള്ളിയാഴ്ച വീഡിയോ വരുന്നതിന് മുമ്പേ എനിക്ക് ഷോർട്സ് ഇടാൻ സമയം കിട്ടിയാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാണേലും അടുത്ത ആഴ്ചയിൽ ഞാൻ ഓരോ സ്റ്റെപ്പും ഷോർട്സ് ഇട്ടേക്കാം. ഇതുപോലെ 4 ലെയർ ഡബിൾ സിംഗിൾ ക്രോഷ്യയാണ് ഒരു 4 റൗണ്ട് വരെയും ചുറ്റി നമ്മൾ പിന്നുമ്പോൾ ഒരു ബാഗിൻ്റെ ലുക്ക്, ഒരു ബാസ്ക്കറ്റിൻ്റെ ലുക്ക് വരും. ക്രോഷ്യ പിന്നിട്ടില്ലാത്തവർക്ക് ഇത് കേൾക്കുമ്പം ചിലപ്പോൾ ഒന്നും മനസ്സിലാകാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷോർട്സ് ഇടാമെന്ന്. എന്നാലും ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ എന്തെങ്കിലും പുതിയതായിട്ട് ഇടണം എന്നുള്ളത് കൊണ്ടാണ് ഈ ബാസ്ക്കറ്റ് ഉണ്ടാക്കാമെന്ന് വെച്ച്. അത് കാണാനും ഒരു ഭംഗിയുണ്ട്. അതൊന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇച്ചിരി പഠിക്കാൻ നമുക്ക് എളുപ്പമായിട്ട് പഠിച്ചെടുത്താൽ. ഇപ്പോൾ വേണ്ട നമ്മുടെ 5 ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ നിന്ന് ഒരു വള്ളി പോലെ, ഒരു ബാസ്ക്കറ്റിന് നമ്മൾ പിടിക്കാനുള്ള വള്ളി ഉണ്ടാക്കണ്ടേ, അതുപോലെ ഉണ്ടാക്കാനാണ് 4 ഡബിൾ ക്രോഷ്യ പിന്നെ
ഒരു ബെൽറ്റ് പോലെ നമ്മൾ ഉണ്ടാക്കണം. 4 ഡബിൾ ക്രോഷേ അത് സെയിം തിരിച്ച് പിന്നിയാൽ മതി. ഇത്രയും ദിവസം ഞാൻ ഫോണിൽ തന്നെയാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ഈ ക്രാഫ്റ്റും ഈ ക്രോക്കറ്റൊക്കെ പിന്നുമ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്നത് നടക്കത്തില്ല. അപ്പോൾ അപ്പുവിനെ റിക്വസ്റ്റ് ചെയ്യണം, അത് ഇച്ചിരി കൂടെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു പുതിയതായിട്ട് സ്റ്റാൻഡ് മേടിച്ചു, അതേ വെച്ചാൽ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് അത് എത്രയും കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ എൻ്റെ മാക്സിമം ഞാൻ നല്ല ക്ലിയറായിട്ട് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ബെൽറ്റ് പോലെ പിന്നിയത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ബാസ്ക്കറ്റ് വന്നു, അത് നമ്മൾ അകത്തെ സൈഡ് വെളിയിൽ വരുന്ന പോലെ തിരിച്ചെടുക്കണം, എന്നാലേ ആ കാണാനൊരു ഭംഗിയുള്ളൂ. എന്നിട്ട് ഈ അറ്റം നമ്മൾ അടുത്ത സൈഡിൽ കറക്റ്റ് ഹാഫ് റൗണ്ട് ആക്കിയിട്ട് ആ അറ്റത്ത് വരണം, അല്ലെങ്കിൽ ബാസ്ക്കറ്റിൻ്റെ പിടി ശരിയാകത്തില്ല. നമ്മൾ ഹാഫ് റൗണ്ട് പോലെ അത് പകുതി മടക്കിയാൽ കറക്റ്റ് പാകം കിട്ടും. ആ സൈഡിൽ ഒരു പിന്നോ വല്ലതും വേണമെങ്കിൽ കുത്തിയാൽ മതി. എനിക്കങ്ങനെ ഒന്നും ഒരു സാധനം യൂസ് ചെയ്യുന്ന ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആ അളവിൽ വെച്ച് പിന്നുകയാണ് ചെയ്യുന്നത്. ആദ്യം 4 ലെയറും നമ്മൾ കുത്തി ഒരു സിംഗിൾ ക്രോഷേ എടുത്തിട്ട്, എന്നിട്ട് അത് മൊത്തവുമായിട്ട് നമ്മൾ ഒന്നൊന്നായിട്ട് ഒരു ക്ലോസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ഈസ്റ്റർ എഗ്ഗും ചെയ്ത് വീഡിയോ ഇടണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ അതിനുള്ള സമയം ഇല്ല. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒത്തിരി പേര് കാണുന്നത്. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയക്കണേ. ഇനി അടുത്തടുത്ത് ഇടുന്ന വീഡിയോ ഇതിനേക്കാൾ ഇച്ചിരി കൂടെ ക്ലിയറായിട്ട് എഡിറ്റ് ചെയ്ത് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇപ്പോൾ 4 റോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആ എൻഡ് ഭാഗം സിസേഴ്സ് വെച്ച് ബാക്കി നൂൽ കട്ട് ചെയ്തിട്ട്, ഈ നൂൽ ബാക്കി ഇരിക്കുന്നത് വെളിയിൽ കാണാത്ത രീതിയിൽ നമ്മളത് കട്ട് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. പിന്നെ ആദ്യമായിട്ട് നമ്മൾ പിന്നാൻ തുടങ്ങിയപ്പോൾ എക്സ്ട്രാ ഇച്ചിരി നൂൽ വന്നിട്ടുണ്ടായിരുന്നു, അതും നമ്മൾ കട്ട് ചെയ്ത് വിട്ടേക്കുക. അപ്പം നമ്മുടെ അടിപൊളി ഈസ്റ്റർ എഗ്ഗ് ബാസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. എൻ്റെ എഗ്ഗും ഒരെണ്ണം ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി, പക്ഷേ അത് വീഡിയോ ഇടാൻ പറ്റിയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.